Hi dear friends, welcome back to Persuade Hub online classes. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷം 2020 മാർച്ചിൽ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിന് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ചില പ്രധാന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനു മുമ്പ് മറ്റൊരു കാര്യം നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അതായത് ഒരു ഗ്രാഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന പോളിനോമിയൽസിന് മാക്സിമം എത്ര സീറോസ് ഉണ്ട് നമുക്ക് എങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അന്നും ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചെണ്ണം ബോർഡിൽ വരച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സാധാരണ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്നൊക്കെ പറയുന്ന സാധാരണ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ അതിന്റെ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഷേപ്പിന് നമ്മൾ അന്നൊരു പേര് പറഞ്ഞിരുന്നു. ആരും മറക്കരുത്, നോട്ട് ചെയ്തിട്ടുണ്ടാവണം. പാരബോള എന്നാണ് ആ ഷേപ്പിന് പേര്. ഓക്കെ, പാരബോള. അപ്പോ ഈ പാരബോളിക് ഗ്രാഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വെച്ചാൽ ഡിഗ്രി 2 ആണ്. സോ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 2 ഓൺലി. സോ നമുക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു എന്ന് വിചാരിക്കാം. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ഈ ഗ്രാഫിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പാരാബോളിക് ഷേപ്പ് തന്നെയാണ്. ഇത് എക്സ് ആക്സിസിനെ ഈ ഒരു പോയിന്റിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ് ആക്സിസിനെ പിന്നെ വേറൊരു പോയിന്റിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ പോളിനോമിയലിന് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന പോളിനോമിയൽസിന് എത്ര സീറോസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫ് എക്സ് ആക്സിസിനെ എത്ര പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ടോ അത്രയും സീറോസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെന്ന് നമുക്ക് അറിയുന്നുണ്ട്. നമ്മുടെ മൈൻഡിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ എപ്പോഴും അത് 2 സീറോസേ ഉണ്ടാവുള്ളൂ. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഏതായാലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് 2 പോയിന്റിൽ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയും ഓക്കെ വി ഹാവ് 2 zeros ഫോർ ദിസ് പോളിനോമിയൽ. എന്തായാലും നമുക്ക് അറിയുന്ന കേസുമാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം 2 സീറോസ് ഉണ്ടാവും എന്നുള്ളത്, അല്ലെ? മറ്റൊരു ഗ്രാഫ് അവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ, ഇവിടെയും എക്സ് ആക്സിസിന് 1 2 പോയിന്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ഹാവ് 2 zeros. മൂന്നാമത്തെ ഷേപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും എന്താ, ഇവിടെയും എക്സ് ആക്സിസിനെ 2 പോയിന്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ പോസിറ്റീവ് വാല്യൂ ആണ്, ഇവിടെ ഒന്ന് നെഗറ്റീവ് വാല്യൂസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 എക്സിന്റെ വാല്യൂസും പോസിറ്റീവ് ആണ്, അപ്പുറത്ത് 2 വാല്യൂസും നെഗറ്റീവ് ആണ്. അതായത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് ആ ഗ്രാഫ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 3 തരത്തിൽ വരച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഈ 3 എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ദിസ് ഗ്രാഫ് കട്ട്സ് ദ എക്സ് ആക്സിസ് അറ്റ് 2 points ആൻഡ് സോ ഇറ്റ് വിൽ ഹാവ് 2 zeros. ഓക്കെ, ഇനി രണ്ടാമത്തെ സെഷനിലേക്ക് നോക്കിയേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രാഫ് ഇവിടെ ഇപ്പൊ എക്സ് ആക്സിസിന് എത്ര പോയിന്റിൽ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി സിംഗിൾ പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കേസിൽ എത്ര സീറോസ് ഉണ്ടെന്ന് വെച്ചാൽ ഓൺലി 1 zeros എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ കൂടി ഈ ടൈപ്പ് കേസിൽ ഒറ്റ സീറോസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾ അടുത്ത് നോക്കിക്കോളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് ഒറിജിനിലാണ് കട്ട് ചെയ്യുന്നത്. that is the point is x equal to 0. x equal to 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടെ നമ്മുടെ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത്. രണ്ടാമത് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, എക്സിന്റെ ഏതൊരു പോസിറ്റീവ് വാല്യൂവിൽ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് വാട്ട് നമ്പർ ഓഫ് പോയിന്റ്സ്? ഓൺലി 1 point. So it means in this case the quadratic polynomial is having only 1 zero. അപ്പുറത്തെ കേസിൽ നോക്കി അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന കാണാം, അല്ലെ? അവിടെയും എത്ര സീറോസേ ഉള്ളൂ? 1 zeros മാത്രമേ ഈ പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഈ ഒരു സ്പെഷ്യൽ കേസിൽ വരുന്നുള്ളൂ. അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതും പാരാബോൾ തന്നെയാണ് ഷേപ്പ്. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് എക്സ് ആക്സിസിന് എവിടെയും കട്ട് ചെയ്യുന്നില്ലല്ലോ. So in this case, how many zeros are there means there are no zeros for this quadratic polynomial. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നില്ല, ഇവിടെ നോക്കിയാലും എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നില്ല. സോ എത്ര സീറോസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? There are no zeros for this particular case. So ഈ 3 എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ there are no zero. ഈ 3 എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ there is 1 zero and the first set of values or first set of graph you can say how many zeros are there? 2 zeros are there. So this is why we are saying a polynomial, a quadratic polynomial will have maximum 2 zeros. Means it can have 1 zero or sometimes it will have no zeros. അതുകൊണ്ട് നമ്മളിപ്പം പറയുന്നത് a polynomial with degree n will have a maximum of n number of zeros എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഇനി അടുത്ത പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിന് വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ഈ പറയുന്ന ഗ്രാഫിക്കൽ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും നിർബന്ധമായിട്ടും നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബോർഡിൽ 2 ഗ്രാഫുകൾ കാണാൻ പറ്റും. ഇപ്പൊ ഈ കഴിഞ്ഞ 2020 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് 2 ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തിട്ടുള്ളതാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ ഗ്രാഫിന് അല്ലെങ്കിൽ ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൗണ്ട് ചെയ്തോളൂ എത്ര പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട്. This is the first point where the graph cuts the x-axis and this is the second point where the graph cuts the x-axis. So, എത്ര സീറോസ് ഉണ്ടെന്ന് വെച്ചാൽ there are 2 zeros. Okay, ഗ്രാഫ് ജസ്റ്റ് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് എക്സാമ്പിൾ നിങ്ങൾ നോക്കി നോക്ക്. 1 2 3 4 1 2 3 4 there are 4 points where the graph cuts the x-axis. It means this graph or this polynomial will have how many zeros? 4 zeros. ഇത്രയേ ഉള്ളൂ. 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. പേടിക്കൊന്നും വേണ്ട. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പെട്ടെന്ന് നോക്കിക്കോളൂ എല്ലാവരും. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എന്താണ് കണ്ടീഷൻ പറഞ്ഞത്? സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഹൂസ് സീറോസ് ആർ 1/5 ആൻഡ് -3. അതായത് തന്നിട്ടുള്ള വാല്യൂ 1/5 -3 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ദേ ആർ നോട്ട് സീറോസ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഇത് സീറോസ് അല്ല തന്നിട്ടുള്ളത്. പക്ഷെ എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഹൂസ് സീറോസ്. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ പോളിനോമിയലിന്റെ സം ആണ് എന്ത്? ഫസ്റ്റ് പറഞ്ഞ 1/5. പ്രൊഡക്റ്റ് ആണ് എന്ത്? -3. അതായത് നമുക്ക് അറിഞ്ഞൂടല്ലോ സീറോസ് ഏതാണെന്ന്. അറിയാത്തപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് ആൽഫ ആൻഡ് ബീറ്റ എന്നാണ് വിളിക്കുക. സോ ഈ ആൽഫ ബീറ്റ ഈ 2 സീറോസിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? 1/5. അത് രണ്ടിനും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -3 കിട്ടും. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ അല്ലെ? ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം എങ്ങനെയാണ് ഒരു പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? P of x equal to k into x square minus alpha plus beta into x plus alpha beta. X square minus sum of zeros into x plus product of zeros. ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിനോമിയൽ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പണിയില്ല. ക്വസ്റ്റൻ എല്ലാ സാധനങ്ങളും അവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. സം ഓഫ് സീറോസിന്റെ എക്സാക്ട് വാല്യൂ ആണ് അവർ തന്നത്. പ്രൊഡക്റ്റ് ഓഫ് സീറോസിന്റെ എക്സാക്ട് വാല്യൂ അവരുടെ തന്നിട്ടുണ്ട്. അവര് സീറോസ് ആണ് നമുക്ക് തരുന്നെങ്കിൽ മീൻസ് ആൽഫ ഈക്വൽ ടു ദിസ് മച്ച്, ബീറ്റ ഈക്വൽ ടു ദിസ് മച്ച് എന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ആൽഫ ഇൻറ്റു ബീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രയല്ലേ ഉള്ളൂ. സോ പി ഓഫ് എക്സ് ബിക്കം k into x square minus 1/5 into x plus -3. ഇത്രയല്ലേ ഉള്ളൂ. ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അങ്ങോട്ടുള്ള സ്റ്റെപ്പിൽ സാധാരണഗതിയിൽ ഒരു 99% കുട്ടികളും k equal to 1 എഴുതിയിട്ടാണ് ചെയ്യുക. നിങ്ങൾ ആൻസർ തെറ്റൊന്നുമല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്തായാലും നമ്മൾ സാധാരണഗതിയിൽ ഒരു പോളിനോമിയൽ ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് എല്ലാ ടേംസിന്റെയും കോഎഫിഷ്യന്റ് നമ്മളൊരു ഹോൾ നമ്പർ ആയിട്ടാണ് വെക്കുക. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഡിജർ ആയിട്ടാണ് നമ്മൾ വെക്കുക. ഒരിക്കലും നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് വെച്ച് അവസാനിപ്പിക്കാറില്ല. അപ്പോൾ ആ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെ എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എല്ലാവരും ഓർമ്മിച്ച് വെക്കണം. ഒരുപാട് കുട്ടികൾ മിസ്റ്റേക്ക് വരുന്ന ഒരു കേസാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേക്ക് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യണം. ബട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദിസ് ഫ്രാക്ഷൻ ഷുഡ് ഡിസപ്പിയർ. ഇപ്പൊ എന്താ വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ 1/5 എന്നല്ലേ കാണുന്നത്? 5 ഡിനോമിനേറ്ററിൽ കാണുന്നുണ്ടല്ലോ. വേറെ ഒന്നും ഡിനോമിനേറ്ററിൽ വേറെ പ്രശ്നക്കാരൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? k ഈക്വൽ ടു 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് k എന്ന് പറയുന്ന ഈ ടേമിനെ കൊണ്ട് ബ്രാക്കറ്റിന്റെ അകത്തുണ്ട് എല്ലാ ആൾക്കാരെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുകയെന്ന്. പി ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യുന്നത് k ഇൻറ്റു എക്സ് സ്ക്വയർ. കെന്റെ വാല്യൂ 5 പറഞ്ഞു. സോ 5 ഇൻറ്റു എക്സ് സ്ക്വയർ ബിക്കം 5x സ്ക്വയർ. പിന്നെ അടുത്ത ടേം എന്താ വരിക? മൈനസ് അതുപോലെ തന്നെ എഴുതി. ഇനി ഞാൻ കാണിച്ചു തരാം. 5നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടുത്തെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1/5 ആണ് ആ ഫ്രാക്ഷൻ. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ? 5ഉം 5ഉം അങ്ങ് ക്യാൻസൽ ആയി പോകുന്നില്ലേ? പിന്നെ ബാക്കി ഒരു 1 അല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. 1 ഇൻറ്റു എക്സിന് നമ്മൾ എക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ എന്താ സംഭവിച്ചു? 1/5 എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് അവിടെ നിന്ന് പോയിട്ട് പകരം എന്തായി അവിടെ? 1 എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് അവിടെ വന്നില്ലേ? ഇതാണ് നമ്മുടെ ഈ പറയുന്ന k എന്ന് പറയുന്ന സാധനത്തിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ 5നെ തന്നെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -15 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആൻസർ എഴുതേണ്ടത്. സപ്പോസ് നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ ഇങ്ങനെ പ്രശ്നം കാരണം ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. മീൻസ് സപ്പോസ് നത്തിങ് ഈസ് ദർ, സിംപ്ലി ഇങ്ങനെയുള്ളൂ, വെറുതെ എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
k ഈക്വൽ ടു 1 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് 1 2 3 എന്ത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫ്രാക്ഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. സപ്പോസ് ഇവിടെ 1/5 തന്നെ ഉണ്ട്, ഇവിടെ ഒരു 3/2 ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നെങ്കിൽ നമ്മൾ k ന്റെ വാല്യൂ എത്ര സെലക്ട് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ 5 എടുത്താൽ മതിയോ എന്ന് ആലോചിച്ച് നോക്കേ. 5 എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ 5 × 1/5 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസൽ ആയിട്ട് അങ്ങ് പോകും. പക്ഷെ ഇവിടെ നമ്മൾ 5 ഉണ്ട്, അതായത് ലാസ്റ്റ് ടേമിനെ 5 × -3/2 എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി കിട്ടുന്ന ആൻസറും ഒരു ഫ്രാക്ഷനല്ലേ മക്കളെ കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫ്രാക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതും വളരെ സിമ്പിൾ ആണ്. എന്താണോ ഡിനോമിനേറ്ററിൽ കാണുന്നത്, ഇവിടെ ഒരു 5 ഡിനോമിനേറ്ററിൽ ഉണ്ട്, ഇവിടെ വേറൊരു 2 ഡിനോമിനേറ്ററിൽ ഉണ്ടല്ലോ. ഈ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എത്രയാ? 10 അല്ലേ? ആ 10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ k ന്റെ വാല്യൂ ഈ കേസിൽ നമ്മൾ എത്ര എടുക്കണം? 10 ആയിട്ട് എടുക്കണം. 10 ആയിട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 10 × x² become 10x². ഇവിടെ എന്താ സംഭവിക്കുക? 10 × 1/5. 10 × 1/5 മീൻസ് 10 ഡിവൈഡഡ് ബൈ 5. അപ്പൊ എത്രയാ അവിടെ? 2 എന്ന് കിട്ടും. ഈ ഫ്രാക്ഷൻ പോയിട്ട് അവിടെ 2 എന്ന് കിട്ടി. ഇവിടെ എന്താ സംഭവിക്കുക? 10 × -3/2 അല്ലെ? 10 × -3/2 എന്ന് വരും. ഈ 10ഉം 2ഉം എന്തായി? ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ എത്ര വന്നു? 5 വന്നു. 5 × -3 becomes -15. അപ്പോഴും ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഫ്രാക്ഷൻ പോയിട്ട് അവിടെ നമുക്കൊരു ഹോൾ നമ്പർ അവിടെ കിട്ടും. അതാണ് നമ്മൾ k ന്റെ വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. ഓക്കെ, എല്ലാവരും ഓർമ്മിച്ച് വെക്കണം. എല്ലാവരും മിക്ക കുട്ടികളും ഒരു മിസ്റ്റേക്ക് വരുന്ന ഒരു കേസാണ്. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് 10 എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾ 5 എടുത്താൽ മതി, കാരണം ഇവിടെ 1/5 ആയിരുന്നു കോഎഫിഷ്യന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ കെയർഫുൾ ആയിട്ട് വായിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. മിക്കപ്പോഴും കുട്ടികൾക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വായിച്ചിട്ട് പിന്നെ ബാക്കിയൊന്നും സംഭവം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാറാണ്. ഒന്ന് കുറച്ച് ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കില്ല ഒരു ക്വസ്റ്റ്യൻ. വിത്തൗട്ട് ആക്ച്വലി കാൽക്കുലേറ്റിംഗ് ദ സീറോസ്, ഓക്കെ, വാട്ട് യു ഹാവ് ടു ഡു? ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതായത് p of x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി അവർ പറഞ്ഞ ഒരു കണ്ടീഷൻ എന്താണെന്ന് നോക്കിയാൽ, ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ whose zeros are means the zeros of the required polynomial. എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കിയേ? They are reciprocals of the zeros of a given polynomial. അല്ലെ? അതായത് ഈ തന്ന p of x എന്ന് പറയുന്ന പോളിനോമിയൽ ഇതൊരു ക്വാഡ്രാറ്റിക് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മാക്സിമം 2 സീറോസ് ഉണ്ടാവും. ഓക്കെ, ആ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ ആദ്യ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, വിത്തൗട്ട് ആക്ച്വലി കാൽക്കുലേറ്റിംഗ് ദി സീറോസ്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഈ തന്ന പോളിനോമിയലിന്റെ സീറോസും നിങ്ങൾക്ക് ആവശ്യമുള്ള പോളിനോമിയൽസിന്റെ സീറോസും തമ്മിൽ ഒരു കണക്ഷൻ പറയുന്നുണ്ട്. എന്താണ് ആ കണക്ഷൻ? അവർ പറഞ്ഞത് the zeros of the required polynomial are the reciprocals of the zeros of this polynomial. For example, just ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് സപ്പോസ് ഇവിടെ ആൽഫ ഈക്വൽ ടു ആൽഫ ബീറ്റ 2 സീറോസ് ഉണ്ടാവും. ഇവിടെ ആൽഫ ഈക്വൽ ടു ഒരു 3 ആണെന്ന് വെറുതെ സപ്പോസ് വിചാരിച്ചോളൂ. ബീറ്റ ഈക്വൽ ടു എന്തെങ്കിലും ഒരു -5 എന്നോ എന്ന് വെറുതെ വിചാരിക്കും. ഓക്കെ, അപ്പൊ ആൽഫ 3 ആൻഡ് ബീറ്റ ഈക്വൽ ടു -5 ഇതാണ് ഈ തന്ന p of x എന്ന് പറയുന്ന പോളിനോമിയലിലെ സീറോസ് എങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമുക്ക് കണ്ടുപിടിക്കേണ്ട പോളിനോമിയലിലെ സീറോസ് എന്താണെന്നാണ് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇതിന്റെ റെസിപ്രോക്കൽ എന്നാണ്. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 3ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/3. -5ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? -1/5 അല്ലേ റെസിപ്രോക്കൽ അല്ലെ? അപ്പോ ഈ 2 സീറോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പോളിനോമിയൽസിന്റെ സീറോസ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതിന്റെ മീനിങ്. പക്ഷെ അവർ പറയുന്നുണ്ട് നിങ്ങൾ വേഗം കൊണ്ടുപോയിട്ട് ഇതിന്റെ സീറോസ് വേഗം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രാമ കളിക്കാന്ന് വിചാരിച്ചാൽ അത് പാടില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? നമ്മൾ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത്, ഓക്കെ, ഈ ഒരു പോളിനോമിയൽ നമ്മൾ കയ്യിലുണ്ട്. ലെറ്റ് ആൽഫ കോമ ബീറ്റ ആർ ദ സീറോസ്. ആരുടെയെന്ന് വെച്ചാല് തന്ന പോളിനോമിയലിൽ സീറോസ് ഓക്കെ ആൽഫയും ബീറ്റയും ആണെന്ന് തന്നെ വിചാരിക്കാം. സീറോസ് ഓഫ് p of x equal to 5x² plus 2x minus 3. ഓക്കെ, സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വേറൊരു സാധനം നമ്മൾ യൂസ് ചെയ്യും. അതാണ് സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്.
അതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദിസ് ഗിവൺ പോളിനോമിയൽ, ദെൻ നമ്മൾ പഠിച്ചത് എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ ഓർ സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, മൈനസ് ബി ബൈ എ. അതായത് ഇവിടുത്തെ എ എന്താണ്, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന വാല്യൂ 5, ബി എത്രയാണ് 2 ആണ്, ആൻഡ് ദിസ് ഈസ് യുവർ സി. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക നിങ്ങൾക്ക്, മൈനസ് ഫോർമുലയുള്ള മൈനസ് ആണ്, ബി ഈക്വൽ ടു 2 ആണ്, സോ 2 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ശരിയല്ലേ? അതുപോലെ ആൽഫ ബീറ്റ ഈക്വൽ ടു ഹൗ മച്ച്, ആൽഫ ഇൻറ്റു ബീറ്റ, അതായത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു സി ബൈ എ എന്ന് പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -3 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഇതും ശരിയല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ എഴുതുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഇതൊക്കെ എഴുതിയിട്ട് ഇപ്പൊ എന്താ ആവശ്യം എന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ? നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. ആൽഫ ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ ഗിവൺ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റിക്വയർഡ് പോളിനോമിയലിന്റെ ഒരു കണ്ടീഷൻ അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്താണ്? ഫോർ ദ റിക്വയർഡ് പോളിനോമിയൽ എന്താണ് അതിന്റെ പ്രത്യേകത? അവർ പറഞ്ഞത് ആൽഫയും ബീറ്റയാണ് ഇവിടുത്തെ സീറോസ് എങ്കിൽ നമ്മുടെ റിക്വയർഡ് പോളിനോമിയലിന്റെ സീറോസ് ആരൊക്കെയാണ്? 1 by alpha and 1 by beta are the zeros. ഉറപ്പാണല്ലോ? ശരിയല്ലേ? ഇനി നമുക്ക് അറിയാം ഏതൊരു പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലോജിക് എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല അത് തന്നെയാണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് അല്ലെ? ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള പോളിനോമിയലിന്റെ സീറോസ് ആരൊക്കെയാ മക്കളെ? 1 by alpha 1 by beta ആണല്ലേ? അപ്പൊ ഈ സീറോസിന്റെ സമ്മ് കണ്ടുപിടിക്കാം. അതായത് 1 by alpha പ്ലസ് 1 by beta, അതാണ് നമുക്ക് ആവശ്യമുള്ള കണ്ടുപിടിക്കേണ്ട പോളിനോമിയലിന്റെ സീറോസിന്റെ സം ഓഫ് സീറോസ് 1 by alpha പ്ലസ് 1 by beta. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ടാൾക്കാരുടെ പ്രൊഡക്റ്റ്, അതായത് 1 by alpha മൾട്ടിപ്ലൈഡ് ബൈ 1 by beta, ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് ഓഫ് ദ റിക്വയർഡ് പോളിനോമിയൽ. ആ രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോളിനോമിയലിന്റെ ഇക്വേഷനിലേക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു എന്നെല്ലാം പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിയും. നമുക്ക് നോക്കാം. ഏതായാലും നമ്മൾ പറയുന്നതാണ് സം ഈക്വൽ ടു 1 by alpha പ്ലസ് 1 by beta. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് 1 by alpha 1 by beta ഇതൊരു ഫ്രാക്ഷൻ ഫോർമുല ആണല്ലോ. ഫ്രാക്ഷൻ ഫോർമുല വന്നു കഴിഞ്ഞാൽ സിംപ്ലിഫൈ എന്താ നമ്മൾ പറഞ്ഞത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into beta becomes beta plus 1 into alpha whole divided by product of the denominators alpha into beta എന്ന് കിട്ടി അല്ലെ? ഇതാണ് റിക്വയർഡ് പോളിനോമിയലിന്റെ സമ്മാണ്. ഓക്കെ, എപ്പോഴും കണ്ണടിച്ചിട്ട് സം ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് തന്നെ പറയുന്ന നിർബന്ധമൊന്നുമില്ല. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ദ സീറോസ്? ആൽഫ പ്ലസ് ബീറ്റ. പക്ഷെ നമ്മുടെ റിക്വയർഡ് പോളിനോമിയലിന്റെ സീറോസ് 1 by alpha 1 by beta ആണ്. സോ സം ഈക്വൽ ടു 1 by alpha പ്ലസ് 1 by beta. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഇപ്പൊ കിട്ടിയല്ലോ. ഇവിടത്തേക്കാണ് നമ്മൾ ഇനി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ആൾക്കാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബീറ്റ പ്ലസ് ആൽഫ മീൻസ് ആൽഫ പ്ലസ് ബീറ്റ ഓൺലി. വാട്ട് ഈസ് ദ വാല്യൂ വി ഹാവ് ഒബ്റ്റൈൻഡ്? -2/5. സോ അവിടേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -2/5 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ ബീറ്റ? -3/5. ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യേണ്ട അറിയാലോ? രണ്ട് ഫ്രാക്ഷൻസ് -2/5 ഡിവൈഡഡ് ബൈ -3/5. രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ന്യൂമറേറ്ററിലെ ഫ്രാക്ഷൻ അതുപോലെ എഴുതുക, -2/5 അതുപോലെ എഴുതുക. എന്നിട്ട് ഡിവിഷൻ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കൺവേർട്ട് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ എഴുതുക. എന്നിട്ട് ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷൻ എന്ത് ചെയ്യാം? നിങ്ങൾ റെസിപ്രോക്കൽ എടുക്കണം. അതായത് ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മൾ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡ്. സോ ഐ ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ. -3/5ന്റെ റെസിപ്രോക്കൽ -5/3 ആയല്ലോ. ഇനി എന്താ സംഭവിക്കുക? ഈ 5ഉം 5ഉം ക്യാൻസൽ ആയി പോയി. Minus, you are going to multiply with a minus, it becomes positive. Then what is left? In the numerator I have a 2 divided by the denominator I have a 3. So 2/3 is the answer. Answer എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/3 എന്താണ്? That is the sum of the zeros. Sum of the zeros of the required polynomial. എത്ര കിട്ടി നമുക്കിപ്പോൾ? അത് 2/3 എന്ന് കിട്ടി. ഇനി അതുപോലെ നമുക്ക് റിക്വയർഡ് പോളിനോമിയലിന്റെ എന്ത് കണ്ടുപിടിക്കണം? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ചെയ്തോളൂ പെട്ടെന്ന് എല്ലാവരും. So product of the required polynomial equal to എന്താണ്? 1 by alpha into 1 by beta ആണല്ലോ. What is 1 by alpha into 1 by beta?
നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 1 into 1 is 1 divided by alpha into beta means alpha beta ആണല്ലോ. എന്താണ് ആൽഫ ബീറ്റ വാല്യൂ എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്? -3 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ഇറ്റ് ബിക്കംസ് 1 divided by what is the value of alpha beta? -3/5. ശരിയാണല്ലോ. ഓക്കെ, ഇനി 1 by -3/5 എന്ന് വെച്ചാൽ എന്താ മീനിങ്? അതിന്റെ ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ. 1 divided by something means you have to take the reciprocal of the fraction in the denominator. So -3/5 ന്റെ റെസിപ്രോക്കൽ എന്താണ്? -5/3. Okay, -3/5 ന്റെ റെസിപ്രോക്കൽ ആണ്. 1 divided by a fraction means you have to take the reciprocal. So നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ കിട്ടിയില്ലേ? അതായത് sum of the zeros of the required polynomial is 2/3 and product of the zeros of the required polynomial is how much? -5/3. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ വെച്ചാൽ നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? P of x equal to എല്ലാവരും പറഞ്ഞോളൂ 5 into x square minus sum of zeros into x അല്ലേ, plus product of zeros. ഓക്കെ, ചില ആൾക്കാരെ വിചാരിക്കും സാർ ഈ സം ഓഫ് സീറോസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എഴുതുന്നതിന് പകരം ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതിക്കൂടെ എന്ന് വിചാരിക്കും. പക്ഷേ ഈ കേസിൽ നിങ്ങൾക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാൻ പറ്റില്ല, അങ്ങനെ എഴുതാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ എന്താ എഴുതണം എന്നറിയോ? എന്താ എഴുതേണ്ടത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പറഞ്ഞു. സം ഓഫ് സീറോസിന് പകരം നിങ്ങൾക്ക് എന്താ എഴുതാം? 1/α പ്ലസ് 1/β എന്ന് എഴുതാം. പ്രൊഡക്റ്റിന് പകരം എന്താ എഴുതാം? 1/α into 1/β എന്ന് എഴുതാം. Why? Because for this particular polynomial p of x, what are the zeros? They are 1/α and 1/β. നമ്മൾ ജനറലി നമ്മൾ പഠിച്ചത് എന്താണ്? ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് എന്നല്ലേ. ഇവിടെ സീറോസിന്റെ സംഭവങ്ങളായ എക്സ്പ്രഷന്റെ അറേഞ്ച്മെന്റ് മാറി. അതുകൊണ്ടാണ് 1/α 1/β നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ എന്ത് വരും നമുക്ക് ആൻസർ? k into x square minus 1/α plus 1/β. നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് എന്താ എഴുതിയിട്ടുണ്ട്? 2/3 that much x plus what is 1/α into 1/β? That is -5/3. -5/3. ഇപ്പൊ നോക്കിയേ, നമുക്ക് ഡിനോമിനേറ്ററിൽ ഇവിടെയും 3 ഉണ്ട്, അപ്പുറത്തും 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് k ന്റെ വാല്യൂ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക? വളരെ എളുപ്പമുള്ള വാല്യൂ എന്താണ്? k equal to 3 ആണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. Put k equal to 3. K equal to 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? P of x equal to, I have to multiply with the 3. So 3 into x square becomes 3x square minus 3 into 2/3 means this 3 and the value of k which is 3 gets cancelled. So what is left? 2x. ഇവിടെ എന്ത് സംഭവിക്കും? പ്ലസ് into minus become minus. ഇവിടെ ഈ പറഞ്ഞ പോലെ 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 3യും ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ 3യും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താ ഉള്ളത്? 5 ഉണ്ട്. See, this is the required polynomial. അപ്പൊ ഈ പോളിനോമിയലിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു പോളിനോമിയൽ ഉണ്ടല്ലോ, അതിന് എന്താണോ നമുക്ക് 0 കിട്ടുന്നത്, ആ സീറോസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും നിങ്ങൾ ഈ പറയുന്ന പോളിനോമിയൽ പതുക്കെ മിഡിൽ ടേം ഒക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ സീറോസും നമ്മൾ ആദ്യം പറഞ്ഞ സീറോസും തമ്മിൽ എന്തായിരിക്കും? ഒരു റെസിപ്രോക്കൽ റിലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കാം, കാണാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ 2020 മാർച്ചിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 8th 9th പഠിച്ചിട്ടുള്ള ചില ഐഡന്റിറ്റീസ്, പിന്നെ നമ്മളിപ്പോൾ പറയുന്ന സം ഓഫ് സീറോസ്, പ്രൊഡക്റ്റ് ഓഫ് സീറോസ്, ഇതൊക്കെ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. വളരെ സിമ്പിൾ ആണ്, ഒന്ന് ഒരു കെയർഫുൾ ആയിട്ട് ഇരിക്കുക എല്ലാവരും. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നോക്കേ. If the sum of the squares of zeros of a quadratic polynomial തന്നിട്ടുണ്ട് x square minus 8x plus k എന്ന് കാണാം. ആ k ആണ് അവർ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. k എന്ന് പറയുന്ന ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേമിന് പകരം അവർ k തന്നിട്ടുണ്ട്. അവർ തന്ന ഡാറ്റ എന്താണെന്ന് നോക്കി. അവർ പറഞ്ഞത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് സീറോസ്, പിന്നെ കുറെ സംഭവങ്ങൾ പറഞ്ഞിട്ട് ഈസ് 40 എന്ന് പറയുന്നുണ്ടല്ലോ. മീൻസ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് സീറോസ് ഈസ് 40 എന്നാണ് ആ ക്വസ്റ്റിന്റെ മീനിങ്. അത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരെ പോളിനോമിയലൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെന്റൻസിൽ നിന്ന് കുറച്ച് വളച്ചൊടിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതെങ്ങനെ എഴുതേണ്ടത്? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ മാത്തമാറ്റിക്കലി മാറ്റി എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിന്റെ പരിപാടി അങ്ങ് കഴിയും. പകുതി ഭാഗം നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെ നമ്മൾ മാറ്റി എഴുതാൻ നോക്കിക്കോ. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ സീറോസ് നമ്മൾ ആദ്യം പറയാണ്. കാരണം നമുക്ക് അറിഞ്ഞൂടെ സീറോസ് ഏതാന്ന് അവർ പറയാത്തതുകൊണ്ട് ആൽഫ ബീറ്റ നമ്മൾ ജനറലി എടുത്തു.
ഇനി എന്താണ് അവർ പറഞ്ഞത്? ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് മാത്തമാറ്റിക്കൽ എഴുതി വെക്കാം. അവർ പറഞ്ഞത് സം ഓഫ് ദ എന്നല്ല, സം എന്ന് പറയുന്നത് നമുക്കറിയാം അഡിഷൻ. എന്തിന്റെ സം ആ വേണ്ടത്? അഡിഷൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ സീറോസ്. നമ്മൾ സീറോസ് എടുത്തത് ആൽഫ ബീറ്റ എന്നല്ലേ, അപ്പൊ ഓരോന്നിന്റെയും സ്ക്വയർ, അതായത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സീറോസ് ഈക്വൽ ടു 40 എന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞല്ലോ. ഇനി ഈ ഒരു സാധനത്തിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ പ്രശ്നം കഴിയും. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ടേം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് നമ്മളൊരു സാധനം പഠിച്ചിട്ടില്ല. അതായത് നമ്മൾ പഠിക്കുന്ന സം ഓഫ് സീറോസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? സമം ആൽഫ പ്ലസ് ബീറ്റ. ഇതാണല്ലോ നമ്മുടെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത്. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു നമുക്കറിയാം മൈനസ് ബി ബൈ എ ആണെന്ന് അറിയാം. ഓക്കെ, ഈ എയും ബിയും സി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എടുത്ത് എഴുതണം. എന്നിട്ട് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? എന്റെ വാല്യൂസ് എടുത്ത് എഴുതാം. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -8 ആൻഡ് സി ഈക്വൽ ടു k. ഓക്കെ ആയല്ലോ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ നമ്മൾ പഠിച്ചു. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം ഈക്വൽ ടു മൈനസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബി? ബി ഈക്വൽ ടു -8. ഇപ്പൊ സൈൻ വളരെ കെയർഫുൾ ആയിരിക്കണേ. ഫോർമുലയിലുള്ള മൈനസ് അതുപോലെ തന്നെ എഴുതി. ബിന്റെ വാല്യൂ -8 ആണ്. സോ -8 ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു 1. സോ യു വിൽ ഗെറ്റ് വാട്ട്? പോസിറ്റീവ് 8. ശരിയാണല്ലോ. സോ യു വിൽ ഗെറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എത്രയാണ്? 8 എന്ന് കിട്ടി. ഇനി ആൽഫ ബീറ്റ ഈക്വൽ ടു എന്താണ്? സി ബൈ എ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി? സിന്റെ വാല്യൂ k ആണ്. സോ k ഡിവൈഡഡ് ബൈ എ. എന്തായാലും നമുക്ക് ഈ സി ആണ്, സോറി k ആണ് നമുക്ക് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അറിഞ്ഞൂടെ എന്താണ്. ഇനി ഇതിനൊക്കെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ അറിയണമെങ്കിൽ നിങ്ങൾ 8th-ലും 9th-ലൊക്കെ പഠിച്ചിട്ടുള്ള നമ്മൾ ബേസിക് ഐഡന്റിറ്റി ഉണ്ടല്ലോ, അത് മാത്രം ഓർമ്മിച്ചാൽ മതി. അതായത് നമ്മൾ പഠിച്ച ഒരു ഐഡന്റിറ്റി എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ഐഡന്റിറ്റിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പ്രോബ്ലത്തിന്റെ സെക്കൻഡ് പാർട്ടും കൂടെ തീർന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? എ സ്ക്വയർ എന്ന് പറയുന്ന ഈ ടേമിനെയും ബി സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെയും നമ്മൾ ഇക്വേഷന്റെ ഈ സൈഡിൽ തന്നെ ഇവിടെ കീപ്പ് ചെയ്യും. എന്നിട്ട് ഇവിടെ കാണുന്ന പ്ലസ് 2ab നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റും. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കിക്കോ നിങ്ങൾ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അവിടെ തന്നെ ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 2ab അപ്പുറം കൊണ്ടുപോകുമ്പോൾ നമ്മളത് ഓപ്പറേഷൻ റിവേഴ്സ് എന്ന് പറഞ്ഞു -2ab എന്നാവും. ബാക്കി എന്താ ഉള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടൂലേ? സി, ഈ ഒരു റിലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് എക്സാം ഹാൾ വെച്ചിട്ട് തന്നെ റീഅറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡിൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കാനും പറ്റും. മീൻസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ -2ab എന്ന് ഓർത്ത് വെക്കാൻ പറ്റും. എന്തിനതിന്റെ ആവശ്യം അറിയോ? നമ്മൾ ഇപ്പൊ പറയുന്ന ഈ എയും ബി ഒക്കെ നിങ്ങൾ ആൽഫ ബീറ്റ വെച്ചൊന്ന് റീപ്ലേസ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്താ കിട്ടുക? സി ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മീൻസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ആ ഫോമിൽ തന്നെയല്ലേ വരുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ -2ab. അതായത് എനിക്കിവിടെ എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ. ശരിയാണല്ലോ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്ന ഈ ടേമിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ എന്ന് മാറ്റി എഴുതി യൂസിങ് ദ ഐഡന്റിറ്റി. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ച ഐഡന്റിറ്റി തന്നെ. ഈക്വൽ ടു 40 എന്ന് അവർ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്താണ് നമ്മൾ ആദ്യം എടുത്ത് എഴുതിയില്ലേ? ഓക്കെ, നമ്മൾ ക്വസ്റ്റനിൽ നമ്മൾ നോക്കിയിട്ട് എഴുതി. ആൽഫ പ്ലസ് ബീറ്റന്റെ വാല്യൂ 8 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. -2 മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് ആൽഫ ബീറ്റ? ആൽഫ ബീറ്റ എന്ന് പറയുന്നത് k/a ആണ്. സോറി, ഇവിടെ നമ്മൾ എന്റെ വാല്യൂ എഴുതിയില്ല അല്ലെ. എന്റെ വാല്യൂ 1 ആണ്. k/1 മീൻസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് k ഓൺലി. ശരിയല്ലേ? സോ ആൽഫ ബീറ്റ ഈക്വൽ ടു k എന്ന് കിട്ടി. So instead of alpha beta I am substituting as k, so it is equal to 40. What is 8 square? I am substituting 64 minus 2k equal to what? 40. നമുക്ക് k അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ k കാൽക്കുലേറ്റ് എന്ത് ചെയ്യണം? k ഉൾപ്പെടുന്ന ടേമിനെ ഇവിടെ തന്നെ വെക്കുക, അതിന്റെ കൂടെ കാണുന്ന നമ്പറിനെ ഇക്വേഷന്റെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ k വെക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. k ന്റെ സൈൻ -2k ആണ്. സോ -2k തന്നെ അവിടെ കിടക്കണം. ഈക്വൽ ടു ഓൾറെഡി അപ്പുറത്തെ സൈഡിൽ 40 ഉണ്ടായിരുന്നു, പ്ലസ് 64 ആണ്, അപ്പുറത്തേക്ക് പോവാണ്. ഓപ്പറേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ സബ്ട്രാക്ഷൻ. ഓക്കെ, 40 - 64. 40 - 64 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ആർ ആക്ച്വലി ആഡിങ് നമ്പേഴ്സ് വിത്ത് ഡിഫറൻറ്റ് സൈൻ. നമ്പേഴ്സ് വിത്ത് ഡിഫറൻറ്റ് സൈൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്?
രണ്ട് നമ്പേഴ്സിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക, വലിയ നമ്പറിന്റെ സൈൻ അങ്ങ് കൊടുക്കുക. 64ന്റെയും 40ന്റെയും ഡിഫറൻസ് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും? 64ഉം 40യും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 24 എന്ന് കിട്ടും. എന്നിട്ട് ലാർജർ നമ്പറിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അത് അങ്ങ് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് -24. സോ വാട്ട് ഈസ് -24? -2k equal to -24 and you have to calculate the value of k. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി k നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ k ഇവിടെ തന്നെ വെക്കുക. അതിന്റെ കൂടെ -2 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ ഓപ്പറേഷൻ ഡിവൈസ് ചെയ്യുക, അതായത് ഡിവിഷൻ ആക്കി കൊടുക്കുക. ഒരിക്കലും ഈ -2ന്റെ സൈൻ, ഇങ്ങനെയുള്ള കേസുകളിൽ ശ്രദ്ധിക്കണം, സൈൻ മാറ്റരുത് കേട്ടോ. ഇവിടെ -2 is multiplied with k, so when you take this -2 to other side, what happens? It becomes division. So -24 divided by -2 എന്ന് വരും. മൈനസും മൈനസും ക്യാൻസൽ ആയി. 24 divided by 2 നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാണ് സിംപ്ലിഫൈ ചെയ്യാം. 24/2 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 2 ഉം 2 ക്യാൻസൽ ചെയ്തു 1 ടൈം. 4 എത്ര ടൈംസ്? 2 ടൈംസ് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കാം 24/2 മീൻസ് ഹാഫ് ഓഫ് 24. എത്രയാണത്? 12 എന്ന് കിട്ടും. സി k equal to 12 എന്ന് കിട്ടി. വളരെ ചെറിയ സംഭവമാണ്. ആകെ നമ്മൾ എന്താ അറിയാനുള്ളത്? നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ബീറ്റ -b/a c/a എന്ന് പറയുന്ന സാധനം അല്ലെ? പിന്നെ എന്താ അറിയേണ്ടത്? നിങ്ങൾ 8ലും 9ലൊക്കെ നമ്മൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റീസിലെ ടേംസിനെ റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഐഡന്റിറ്റീസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പുഷ്പം പോലെ ചെയ്യാന്ന് പറയില്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കത് പതുക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും എല്ലാവരും എഴുതിയെടുത്ത് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ പോകാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത സെഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. നമുക്ക് ഇതിന്റെ ഡിവിഷൻ അൽഗോരിതം ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ബൈ.